ഹലോ ഓൾ, ഇന്ന് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നാളെ എൻ്റെ മകൾ ആത്മജയുടെ പിറന്നാളാണ്. എൻ്റെ മകൾക്ക് പിറന്നാൾ ആശംസിക്കാനല്ല ഞാനിവിടെ വന്നത്. അവൾ ഇന്നിവിടെ ഇല്ല. അവളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ, അവളും എൻ്റെ മകനും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നാട്ടിലാണ്. അപ്പം അവരുടെ പിറന്നാളിൽ കൂടാനായിട്ട് എനിക്ക് പറ്റില്ല. അവരെ എനിക്ക് നാളെ കാണാൻ പറ്റില്ല. അതൊക്കെ വിഷമകരമായ കാര്യമാണ്. അവരെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും നാളെ ഒരു കാലത്ത് അവർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. അവർക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അകലം വന്നതെന്നുള്ളത്. കഴിഞ്ഞ പിറന്നാളിലും ഈ പിറന്നാളിലും മാമിക്കുട്ടിയുടെ കൂടെ ഞാൻ ഇല്ലായിരുന്നു. കാര്യം ജോലിക്ക് പോകുന്ന ഒരു അമ്മയുടെ ബുദ്ധിമുട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലാകില്ല. എൻ്റെ 2 കൈക്കുഞ്ഞുങ്ങളെയും ഇവിടെ നോക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അവരുണ്ടായ കാലം തൊട്ട് പറയുകയാണെങ്കിൽ ആമിക്കുട്ടൻ ഒരു പ്രീറ്റം മകളായിരുന്നു. 8ാം മാസത്തെ ഒരു ചെക്കപ്പ്, ഒരു സ്കാനിങ്ങിന് ഞാൻ പോകുന്ന ദിവസമാണ് എനിക്ക് എമർജൻസി സിസേറിയൻ പ്ലാൻ ചെയ്തത്. അതും ശരിയല്ലാത്തൊരു റോഡ്, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് അന്ന് ഭയങ്കര ടാറിങ് വർക്കൊക്കെ നടക്കുകയാണ്. സെക്കൻഡ് കോവിഡ് വേവ് സമയം. അവൈലബിൾ ആയൊരു ഓട്ടോയിൽ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയത്. ഒരു ടാക്സി പോലും കിട്ടാത്തൊരു സമയമായിരുന്നത്. ഞാൻ എൻ്റെ 1.5 വയസ്സുള്ള എൻ്റെ മകനെയും എടുത്തിട്ടാണെന്ന് ഹോസ്പിറ്റലിൽ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് അതുപോലെ 2 വീലറിൽ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും ആ ചാട്ടവും കുറുക്കും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ജസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. ഇപ്പം 1 മണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തില്ലെങ്കിൽ ആൾ മരിച്ചു പോകും, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട്. ഏറ്റവും വലിയ ഭയം മനുഷ്യനെന്ന് പറയുന്ന ഒരു മരണഭയമാണ്. പക്ഷേ എനിക്ക് അന്ന് മനസ്സിലായി, മരണഭയമല്ല. ഞാൻ അന്ന് മരിച്ചാൽ എൻ്റെ 1.5 വയസ്സുള്ള മകൻ ഒറ്റപ്പെട്ടു പോകും. അവനെ ആര് നോക്കും? എനിക്ക് മരിക്കുന്നതിനെ പറ്റി അന്നൊരു പേടിയില്ലായിരുന്നു. അപ്പോൾ അതിനെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു ദിവസം കൂടായിരുന്നു. കോവിഡ് ടെസ്റ്റൊക്കെ എമർജൻസി ആയിട്ട് നടത്തി പെട്ടെന്ന് സിസേറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വിശന്ന അന്ന് ചെക്കപ്പിന് പോയി തിരിച്ച് വന്നിട്ട് ബിരിയാണി കഴിക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു പോയത്. പോകുന്ന വഴി കടയിൽ കണ്ടപ്പോൾ എനിക്ക് കൊതി വന്നു, ഓരോന്നൊക്കെ വാങ്ങി കഴിക്കണമെന്നും എന്തോ ഭയങ്കര ഒരു വിശപ്പ് തോന്നിയൊരു ദിവസം. അവിടെ ചെന്ന് ആദ്യം കേൾക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസാണ്. അപ്പം സ്കാനിങ് റിപ്പോർട്ടിൽ ഇപ്പം തന്നെ തിയേറ്ററിലേക്ക് കയറ്റിക്കൊള്ളുമെന്നാണ് അവർ പറഞ്ഞത്. ചെന്ന് തിയേറ്ററിലേക്ക് ഉള്ള പ്രിപ്പറേഷൻ ടൈമിലാണ് ബ്ലഡ് റിപ്പോർട്ടോട് വരുന്നത്. സാമ്പിൾസ് എടുത്തിരുന്നു. അപ്പം അയൺ വളരെ കുറവാണ്. എൻ്റെ പ്രത്യേകമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അയൺ ശരീരത്തിൽ അത്ര കാണിച്ചില്ല. അപ്പം മെഡിസിൻസ് ടാബ്ലറ്റ്സ് ഏൽക്കാത്തൊരു സമയമായിരുന്നു. അപ്പം എന്താ പറയുക, ഏറ്റവും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അതുപോലും ആ ഹോസ്പിറ്റലിൽ ഒരു സാമ്പിളില്ലായിരുന്നു. കോവിഡ് ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിലെല്ലാം കാലി. എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് തന്നെ ആ സമയത്ത് കുറേ പേര് ശകാരിച്ചു. പറഞ്ഞില്ലല്ലോ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ല, ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞില്ലല്ലോ. മറ്റൊരു വശത്ത് എന്തുകൊണ്ട് വേദന എടുത്തിട്ടും വന്നില്ല, 4 ദിവസം വേദനയിലിരുന്നു, എന്തുകൊണ്ട് ആശുപത്രി വന്നില്ല, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായി. എമർജൻസി സിസേറിയൻ റെഡിയാക്കി. അനസ്തറ്റിസ്റ്റ് അവൈലബിൾ അല്ല. അപ്പം അനസ്തറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നാരായണ ഹൃദയ ഒരു ഫേമസ് ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പം ആൾ സമ്മതിച്ചു. പക്ഷേ HB ഇത്ര കുറവായതുകൊണ്ട് തന്നെ ബ്ലഡ് സാമ്പിൾ കൈ കിട്ടിയാൽ മാത്രമേ ആൾ കൈ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൂട്ടം അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോയി. സാമ്പിൾ അവിടെ കിട്ടിയെന്ന് ഉറപ്പായതിന് ശേഷമാണ് ഇവിടെ ഇവർ സർജറി സ്റ്റാർട്ട് ചെയ്തത്. സർജറി തുടങ്ങിയപ്പം എന്താ പറയുക, എനിക്കറിയില്ല നാളെ ഉണ്ടാവുമോ എന്ന്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അനസ്തറ്റിസ്റ്റിനോട് ചോദിച്ചു. എനിക്ക് തമിഴൊന്നും അറിയത്തില്ല, പക്ഷേ സാറ് തമിഴായിരുന്നു. ആ സമയത്ത് ഭയം കൊണ്ടാണോ ജീവിക്കണമെന്ന് കൊതി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വാതുവരാതെ ഞാൻ തമിഴ് പറയുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു സാർ, ഭയങ്കരമായിട്ട് പേടിയാവുന്നു. സാറ് പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മ, നല്ല ആണ്ടവനെ കൈ കുമ്പിട് വേണ്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് തമിഴ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ തിരിച്ചെന്തൊക്കെയോ സമയത്ത് പറയുന്നുണ്ട്. സർജറിക്കിടയിൽ പെട്ടെന്നൊരു എന്താ പറയുന്നത്, കൺഗ്രാജുലേഷൻസ് ജ്യോതി, പെൺകുട്ടിയാണെന്ന് മാത്രം പറഞ്ഞു. ഞാൻ കുഞ്ഞിൻ്റെ മുഖം കണ്ടില്ല, ആൾ ജീവനോടുണ്ടെന്ന് അറിയില്ല. പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. സൗണ്ടൊന്നും കേട്ടില്ല. കുട്ടിയെ എടുത്തിട്ട് ആരും ഓടുന്നത് മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത്, ചിന്ത കൂടി വല്ലാത്തൊരു മരവിച്ച അവസ്ഥയായിരുന്നു. വേദനയോ മറ്റ് വിഷമങ്ങളോ നാളെ ഒന്നുമല്ല. എനിക്കെൻ്റെ കുട്ടി ഉണ്ടോ ഇല്ലെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാനിരുന്നത്. എൻ്റെ ഭാഗ്യത്തിന് അന്ന് NICയിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സ് മലയാളിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ ഒരുപാട് തവണ അവിടെ നിന്നിരുന്ന ഇൻചാർജ് ഫിസിഷ്യനോടൊക്കെ ചോദിച്ചു, എന്നെ ഒന്ന് മകളെ കാണിക്കുമോ. അപ്പോൾ ഒരു കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നിങ്ങളെ അങ്ങോട്ട് കയറ്റില്ല, അത് പ്രീടേം കുട്ടിയാണ്, NICയിൽ ആരെയും കയറ്റില്ല, അതുപോലെ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, സർജിക്കൽ ICU ആണ്, നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, നാളെ ആവട്ടെ എന്ന്. പക്ഷേ എനിക്ക് പ്രതിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഉണ്ടെന്നെല്ലാവരും പറയും ഞാൻ എന്നെ പറ്റിക്കുന്നതാണോ. പക്ഷേ ആ ശബ്ദമൊന്നും കേട്ടില്ല. ടീച്ചർമാരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാലേ എവിടെ പോയാലും പഠിപ്പിച്ച ആൾക്കാർ കിട്ടുന്നതാണ്. അപ്പം അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായിട്ടൊരു നഴ്സ് കയറി വന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ചോദ്യം മേഡമല്ലേ, ഞാൻ മാഡത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു മാരുതിയിൽ. എനിക്ക് ഭയങ്കര സന്തോഷം, ആരെങ്കിലും ഒരാളെ ഒന്ന് പരിചയമുള്ളവരെ കിട്ടിയല്ലോ. ബിക്കോസ് ബന്ധുക്കാരും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് ആശുപത്രിയിൽ ഇരിക്കാന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, മാം എന്താ ഇവിടെ. ഞാൻ പറഞ്ഞു ICയിലാണ്. ഇപ്പം എനിക്കൊരു മകളുണ്ടായി, അതുപോലെ NICയിലാണ്. NICയിലുള്ള ബേബി മാമിൻ്റെ ആണോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. നീ കണ്ടോ ശരിക്കും കണ്ടോ, എത്ര കുട്ടികളുണ്ട് അവിടെ. ഇവിടെ ആർപ്പാടെ ഒരു കുട്ടിയുള്ളൂ. എനിക്ക് സമാധാനമായി. അപ്പം എൻ്റെ കുട്ടി ജീവനോടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയി. ICയിലുണ്ടായിരുന്ന നഴ്സിനോട് ഞാൻ പറഞ്ഞു, രാത്രിയിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഇവിടെ NIC നിൽക്കുന്ന മാഡത്തിനോടൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിക്കാൻ പോകുന്നു. അങ്ങനെ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം സിസ്റ്റർ ചികിത്സ പ്രോട്ടോക്കോളാണ്, വീഡിയോ കോൾ വിളിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു വീഡിയോയിൽ.
അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല, എന്തോ ഒരു രൂപം, ബിക്കോസ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് സന്തോഷം, അല്ലെങ്കിൽ എന്തോ ഒരു രൂപം അവിടെ ഉണ്ട്, എൻ്റെ മകൾ ജീവനോടുണ്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ഇനി അവർ സിസ്റ്റേഴ്സ് പറഞ്ഞു, നാളെ ജ്യോതി ഇവിടുന്ന്, നാളെ അല്ലേ ഇന്ന് ജ്യോതി ഇനി കട്ടിലിൽ നിന്ന് ഇരിക്കുന്നു, അന്നേ ജ്യോതിക്ക് കുട്ടിയെ കാണാൻ പറ്റുള്ളൂ, അത് NICയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. മകളെ പിന്നെ കൊണ്ടുവരുള്ളൂ. അയ്യോ, രാവിലെ ഇപ്പം ഡെയിലി റൊട്ടീൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പം അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരില്ലാതെ ജ്യോതി ആംബുലേറ്റ് ചെയ്യില്ല, ഒന്നാമത് ഒബീസായിട്ടുള്ള ക്ലൈൻ്റാണ്, 3-4 പേരെ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചോട്ടെ, കാര്യം എനിക്ക് എണീക്കണം, എനിക്കവിടെ സഹായം വേണം, ഞാൻ ശ്രമിച്ചു നോക്കാം, റിസ്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ റിസ്ക്കും ഇല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് വീഴുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ എഫേർട്ട് എടുത്ത് സൈഡ് റീൽസിലൊക്കെ പിടിച്ച് ബെഡ്ഷീറ്റിൽ കള്ളിൽ പിടിച്ച് വേദനയൊക്കെ സഹിച്ച് എങ്ങനെയൊക്കെയോ ഉരുണ്ട് പടച്ചെണീറ്റ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, അഭിമാനമായിരുന്നു. കാര്യം എൻ്റെ ഒരു ആവേശം കണ്ടപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം, NICയിലേക്ക് വീൽ ചെയറിലെടുത്തു എന്നെ കൊണ്ടുപോകൂ, എനിക്ക് അതായിരുന്നു എൻ്റെ ചിന്ത മൊത്തം. അവിടെ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാവരോട് പറഞ്ഞു, നോക്കുക ഐനീറ്റ് സ്പിരിറ്റ് നോക്കുക, അത് അമ്മമാർക്കേ അത് പറ്റുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഇന്നലെ ഉണ്ടായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ, വീഡിയോയിലാണെങ്കിൽ ഭംഗിയാണ് കണ്ടത്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഒരുപാട് എഫേർട്ട് എടുത്ത് വീൽ ചെയറിൽ ഇരുന്ന് അവരെന്നെ NICയിൽ കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ട് മകളെ കണ്ടൊരു കാഴ്ച, എനിക്ക് ഉമ്മ അപ്പുറം എടുക്കണോ അവർ പറഞ്ഞു തുടങ്ങില്ല. പക്ഷെ ഞാൻ എന്താ പറയുക, ഇതുപോലെ എക്സൈറ്റഡ് ആയിട്ടൊരു മൊമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്ര സന്തോഷകരമായിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്ന കാര്യം, പണ്ട് തൊട്ടേ സ്വപ്നം കണ്ട്, എൻ്റെ ഒരു വിവാഹപ്രായം തൊട്ട് ഞാൻ ഉള്ളിൽ സ്വപ്നം കാണുന്നൊരു കാര്യം, കല്യാണത്തെക്കാളും എനിക്ക് മകളുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ രൂപത്തിൽ, എൻ്റെ നിറത്തിൽ എന്നെപ്പോലൊരു മകളുണ്ടാവണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ദൈവം അതുപോലെ തന്നെ എൻ്റെ ഒരു ഡിറ്റോയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് ദൈവത്തിനോട് എനിക്കൊരു മകളെ അങ്ങനെ തന്നതിന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കുഞ്ഞിനെ അവിടുന്ന് റൂമിൽ റിസീവ് ചെയ്തു. അതുപോലെ തന്നെ പിന്നീടുള്ള 2-3 മാസം കുട്ടികളെ നോക്കാനുള്ള വീടിനെ കിട്ടാനുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നാട്ടിൽ നിന്നൊക്കെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ. അപ്പം എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടമായിരുന്നു 2-3 മാസം. മേടുകളാരും പ്രോപ്പറായിട്ട് നിൽക്കില്ല. ഇപ്പം വളരെ ശാസ്ത്രീയപരമായിട്ടോ പാരമ്പര്യമായിട്ടോ ഒന്നും കുഞ്ഞിനെ കുളിപ്പിക്കാനോ എണ്ണ തേപ്പിക്കാനോ ഒന്നും ഉള്ള സാഹചര്യമല്ല. നമുക്കിരുന്ന് എണീക്കാനൊക്കെ പാടാണ്. എൻ്റെ മകൻ 1.5 വയസ്സ്, മോള് പ്രീറ്റാണ്. എന്താ പറയുക, പാത്രം കഴിയുന്ന കുഞ്ഞ് ബേസിലൊക്കെ ഡൈനിങ് ടേബിൾ വെച്ചിട്ട് കുട്ടിയെ കുളിപ്പിച്ചും 2 പേരെയും നോക്കിയും ഒക്കെ ആ ഒരു സമയം വളരെ സ്ട്രഗിളായിരുന്നു. ഞങ്ങൾ പേരൻസ്, ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ സ്ട്രഗിളുള്ളൊരു കാലഘട്ടമായിരുന്നത്. പക്ഷേ ഒരു കുട്ടി ഉണ്ടായി അതിന് ഇത്രയും നാളും നമ്മളെടുത്ത എഫേർട്ട്, ഒരു 3-ാം മാസം ആ കുഞ്ഞിനെ ആളെ വീട്ടിൽ നോക്കാൻ കിട്ടാത്തതുകൊണ്ട്, വീട്ടുപണിയോട് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് വീട്ടിൽ ആളെ കിട്ടാൻ വകുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ, അവരുടെ വീട്ടിൽ ആ കുഞ്ഞിനെ രാവിലെ 8 മണിയാകുമ്പോൾ 8 മണിക്ക് ബാഗിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊരു എഫേർട്ടാണ്. കേരളം പോലല്ല, കർണാടകത്തിൽ ഈ മഞ്ഞുള്ള സ്ഥലത്ത് നല്ല തണുപ്പും വെളുപ്പിനുള്ള തണുപ്പൊക്കെ അതിജീവിച്ച് കുഞ്ഞുങ്ങളെ റെഡിയാക്കി കുളിപ്പിക്കുക ഒരുക്കൊന്നുമില്ല എങ്കിലും അവരെ റെഡിയാക്കി അപ്പുറത്തേക്ക് കൈമാറാനായിട്ടുള്ള ഫുഡും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏൽപ്പിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടൊരു സിറ്റി താമസിക്കുമ്പോൾ അതുപോലെ നമ്മൾക്ക് ഒരാൾക്കൂടെ ഏർണിങ്സ് ഉണ്ടാവണം. അങ്ങനെ തന്നെ കൊണ്ടു കൊടുത്ത ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു വർക്കിംഗ് വുമൺ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത്. അവരുടെ ഓരോ വളർച്ച, എൻ്റെ കുഞ്ഞിൻ്റെ 1-ാമത്തെ പിറന്നാളിന് ഞാൻ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ വർക്ക് പ്ലേസിൽ. അപ്പം മകളുണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് ഇന്നില്ലെങ്കിലും നാളെ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻ എടുത്ത്, ഈ ജോലി ഒക്കെ എടുത്ത് നമ്മൾ സ്ട്രഗിൾ എടുത്ത് നിൽക്കുന്നതെന്ന് അവർക്ക് ഇന്നലെ നാളെ ഒരു കാലത്ത് മനസ്സിലാവും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളുണ്ടാകുന്ന സമയം തൊട്ട് കേട്ട കാര്യമാണ്, വേദന അറിഞ്ഞ് പ്രസവിച്ചാലേ അമ്മയാവുള്ളൂ, മക്കളൊപ്പം നിന്നാലേ അമ്മയാവുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ പല വ്യക്തികളും എന്താ പറയുക, കുത്തി സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അയ്യോ, അവർ കുട്ടികളില്ലാതെ ഭക്ഷണം കഴിക്കില്ല, കുട്ടികളില്ലാതെ ഉറങ്ങില്ല, അപ്പോൾ കുട്ടികളെ കാണാതെ ഇരിക്കില്ല. പക്ഷേ കുട്ടികളെ കാണാതിരിക്കുന്ന അമ്മമാരുടെ സാഹചര്യം പലതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ അവർ ആ 2-3 മാസം ആളില്ലാത്ത സമയത്ത് നോക്കിയ കഷ്ടപ്പാടും, അതുപോലെ തന്നെ പ്രീട്ടം ഒരു കുട്ടിയെ നോക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരോഗ്യമുള്ള ഒരു കുട്ടിയെ നോക്കുന്നതിലും കഷ്ടമാണ് പ്രീട്ടമുള്ള ഒരു കുട്ടിയെ നോക്കുക എന്നുള്ളത്. ഉടനെ തന്നെ ജോലിക്ക് കയറേണ്ട സാഹചര്യം ഉണ്ടായി. കൈക്കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പം അവർ എപ്പോഴും വീട്ടിൽ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കാൻ കണ്ടുകൊണ്ടിരിക്കും. ജോലി സ്ഥലത്ത് ഓരോ അവരും ക്ലാസ് കഴിയുമ്പോഴേക്കും മക്കളവരുണ്ടോ, ഒരു എണീറ്റോ, അവർക്ക് ഭക്ഷണം കൊടുത്തോ, ഇതൊക്കെ ഇതിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, ക്യാമറ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന ആ വിഷമം നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് മാറ്റി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്ന അമ്മയുടെ വിഷമം എന്താണെന്ന് മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ കുട്ടികൾ നാട്ടിലാണ്, പലരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പറയുന്നൊരു കാര്യമാണ്, കുട്ടികൾ നാട്ടിലാണ്, അവരോട് അടിച്ചുപൊളിയാണ്, പാട്ട് പാടി ഡാൻസ് കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ പേരൻറ്റിങ്ങും വ്യത്യാസമാണ്, ഓരോ അമ്മയുടെയും മാനസിക നിലയും ഭൗതിക സാഹചര്യങ്ങളും വ്യത്യാസമാണ്. അവരവരുടെ പരിമിതികളിൽ നിന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു കുട്ടി രാജകൊട്ടാരത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് അമ്മ 24 മണിക്കൂറും കൂട്ടിരുന്നാൽ അതൊരു വലിയ എന്താ പറയുക, വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന അവർക്ക് ഫുൾ ടൈം കെയർ കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഞാനിപ്പോൾ കർണാടക കണ്ടിട്ടുണ്ട്, ഈ എന്താ പറയുക സിവിൽ വർക്കേഴ്സിനെ, അവർ കുട്ടികളെ സാരി കൊണ്ട് തൊട്ടിൽ കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് പോയി കല്ലും മണ്ണും ചുമന്നിട്ട് അവരെപ്പോൾ ഫ്രീ ആവുന്നു അന്നേരം വന്നിട്ടാണ് കുട്ടിയെ ഫീഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അവർക്ക് മക്കളോട് സ്നേഹമില്ലാണ്ടല്ല ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ട് കുട്ടികളെ ഈ പൊടിയെല്ലാം പഠിപ്പിച്ച് കിടത്തുന്നത്. അപ്പം അവരുടെ ജീവിത സാഹചര്യം വേറെയാണ്, അല്ലെങ്കിൽ അവർ സപ്പോർട്ടിങ് സിസ്റ്റം വേറെയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എത്ര വേദനയിലായിരിക്കും സ്വന്തം മക്കളെ പിരിഞ്ഞ് അമ്മമാർ നിൽക്കുക.
വിദേശത്ത് പോകുന്ന അമ്മമാരെ വെറുതെ നാളും കുറ്റം പറയില്ല. കാശ് കാശെന്ന് പറഞ്ഞ കുട്ടികളാണ് തള്ളിയിട്ട് പോയേക്കുവാണ്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന പേരൻസിനെ കുറ്റം പറയാറില്ല. എൻ്റെ കുട്ടികളുണ്ട്, അവർ വേറെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു, എന്തൊക്കെ തരത്തിലുള്ള ബ്ലെയിംസാണ്. നമ്മൾ കുട്ടിയുണ്ടായി എന്നതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അവരുടെ സന്തോഷം അവിടെ അവസാനിക്കുന്നു എന്നില്ല. അവർക്ക് പാടാം ആടാം. ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു ഡിസംബറിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഏതോ ഒരു ദിവസം ഒരാഗ്രഹം കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടു. ഒരുപാട് എന്താ പറയുക, ഞാൻ സോഷ്യൽ മീഡിയ ആൾക്കാരല്ല പറഞ്ഞത്, അറിയുന്ന ആൾക്കാർ ഭയങ്കര വിമർശനം പറയും, കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലാണ്, നോക്കുക അവളോട് ബിരിയാണി വെച്ച് കഴിക്കുക സുഖിക്കുകയാണ്. അത് അങ്ങനെയല്ല. നമ്മൾ ആരോഗ്യത്തോടെയും എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കാലത്തേ ഉള്ളൂ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നാളെ കൊണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം വി ഷുഡ് റെസ്പെക്റ്റ് എന്താണ് പേരൻസ് അവരുടെ ലിമിറ്റേഷൻ ചെയ്യുന്നതെന്നുള്ളത്. അവർക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെ ഒന്ന് കരുതുക. അപ്പം എടുത്ത് പറയാനായിട്ട് എൻ്റെ രാജസ്ഥാനി നെയ്ബർ ഒരു സ്ത്രീ വന്നിരുന്നാൽ നല്ലോണം വഴക്ക് പറഞ്ഞു. എന്തിനാ കുട്ടികളെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് നീ പോകുന്നത്? ഞാൻ ചോദിച്ചു അതേപോലെ തന്നെ, ഞാനിവിടെ എത്രയോ നാളെ കൈക്കുഞ്ഞുങ്ങളായിട്ട് ഡെലിവറി കഴിഞ്ഞിരുന്നു, നീ ഒരു നേരം എൻ്റെ കുട്ടികളെ വന്ന് എടുത്ത് എനിക്കൊന്ന് ഉറങ്ങാനൊരു സഹായം നീ ചെയ്തു തന്നു, ഒരു പൊതി ചോറ് ഒരു 2 ചപ്പാത്തി ഉണ്ടാക്കി തന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ പ്രശ്നമില്ലായിട്ടല്ല, പക്ഷെ അങ്ങനെ പോലും കരുതൽ തരാൻ തൊട്ടപ്പുറത്ത് മുറി താമസിക്കുന്ന ഒരാൾക്ക് മനസ്സില്ല. അങ്ങനെ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെൻസ് മറ്റുള്ള കാര്യങ്ങൾ വേണ്ടി നമ്മൾ ജോലി എടുത്തേ പറ്റുള്ളൂ. നമ്മളിപ്പം സ്നേഹം കരുണ പറയുന്നവർക്ക് ആർക്കും നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരാനായിട്ടുള്ള ബാധ്യതയില്ല, അവർ ചെയ്ത് തരുത്തുമില്ല. ഇപ്പോഴത്തെ കാലം അതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പം നമ്മുടെ കുട്ടികളും വളരണം. അപ്പം അവരെ വളർത്തണമെങ്കിൽ ഞാൻ വീട്ടിലിരുന്നാൽ നടക്കില്ല. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കഥ അറിയാതെ ഒരുപാട് അമ്മമാരെ പല കാരണങ്ങൾ പറഞ്ഞ് വേട്ടയാടുന്നൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങളെപ്പോലുള്ള അമ്മമാരും ഇവിടെയുണ്ട്. ഞങ്ങളെപ്പോലുള്ള അമ്മമാരും ചില പരിഗണനകളൊക്കെ അർഹിക്കുന്നു. നിങ്ങൾക്കും ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മാറ്റമായിട്ട് ആർക്കെങ്കിലും പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ഒരു അനുഭവം എന്ന് മാത്രമല്ല, ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. ഒരുപാട് നാൾ ഉള്ളിൽ വെച്ചൊരു കാര്യമാണ്. ഇന്ന് അതിന് പറ്റിയൊരവസരമായി തോന്നി, അതുകൊണ്ട് ഇവിടെ പങ്കുവെക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. ബൈ.